നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് സൗദിയുടെ പ്രധാനമന്ത്രിയായി രാജകുമാരൻ ബിൻ സൽമാൻ അധികാരമേറ്റത്. സൽമാൻ രാജാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. ഇതിന് പിന്നാലെ ഏറ്റവും സന്തോഷത്തിലായിരിക്കുന്നത് പ്രവാസികൾ തന്നെ. ബിൻ സൽമാന് ഇന്ത്യയോടുള്ള ഇഷ്ടം തന്നെയാണ് കാരണം. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി സൗദിയിൽ നിന്നും പുറത്തു വരുന്നു. അതെ, ഇന്ത്യയോടുള്ള സ്നേഹം എടുത്തുകാട്ടുന്ന സൗദിയുടെ ആ വാർത്ത ഇതാണ്. സൗദി അറേബ്യയിൽ യോഗ കൂടുതൽ ജനപ്രിയമാകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യൂണിവേഴ്സിറ്റികളിൽ യോഗ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രത്യേക കോച്ചിങ്ങും നൽകിയിട്ടുണ്ട്. യോഗ കായിക വിനോദമായി അവതരിപ്പിക്കാനും അധികൃതർക്ക് ആലോചനയുള്ളതായാണ് റിപ്പോർട്ട്. യോഗ പതിവാകുന്നതിലൂടെ ലഭിക്കുന്ന മാനസികവും ശാരീരികവുമായ ഗുണങ്ങൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി പ്രതിനിധികൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. യൂണിവേഴ്സിറ്റികളിൽ പുതിയ കായിക ഇനമായി യോഗ അവതരിപ്പിക്കാനും പദ്ധതി ഉണ്ട്. സൗദി യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെഡറേഷനും സൗദി യോഗ കമ്മിറ്റിയും സഹകരിച്ചാണ് റിയാദിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സൗദിയിൽ യോഗ റഫറിമാർക്ക് പ്രത്യേക കോച്ചിങ്ങും നടന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള യോഗ വിദഗ്ധരാണ് ഇവർക്ക് ക്ലാസുകൾ നൽകുന്നതിൽ ഒരു വിഭാഗം. യോഗ പരിശീലനത്തിന് യുവാക്കളെ കൂടുതൽ ആകർഷകരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിയാദിലെ പരിപാടി സംഘടിപ്പിച്ചത്. സൗദി പൗരന്മാർക്കിടയിൽ യോഗ പ്രധാന ആരോഗ്യ സംരക്ഷണ ഇനമായി അവതരിപ്പിക്കുകയാണ് സൗദി യോഗ കമ്മിറ്റി. സൗദി യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് സൗദി യോഗ കമ്മിറ്റി പ്രസിഡന്റ് നൌഫ് അൽ മർവായി വ്യക്തമാക്കി. യോഗ അധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. കായിക ഇനമായി വളർത്തിക്കൊണ്ടുവരുവാനും പദ്ധതിയുണ്ട്. കൂടുതൽ യോഗ ടീമിനെ തയ്യാറാക്കി യോഗ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്നും അൽ മർവായി വ്യക്തമാക്കി. യോഗ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ സൗദി യോഗ കമ്മിറ്റിക്ക് നേരത്തെ പദ്ധതിയുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു. കായിക വിനോദം എന്ന നിലയിൽ യോഗ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും 2017 നവംബറിൽ വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. യോഗ പഠിപ്പിക്കുന്ന സൗദിയിലെ ആദ്യ വനിതയാണ് നൌഫ് അൽ മർവായി. സൗദിയിലെ ആദ്യ യോഗാചാര്യ കൂടിയാണ് അവർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.